ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഇതേ ചുരിദാറിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഉണ്ണിവയറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. എന്താ കാരണം എന്നൊന്നും അറിയില്ല. ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇടയ്ക്ക് ഉറക്കത്തിലായിരുന്നു. ആദ്യകൂട്ടം എണീറ്റ് വന്നിട്ടുണ്ട്. ഈ വെയിറ്റ് ലോസും വയറ് കുറഞ്ഞതൊക്കെ ഫീഡിങ്ങിന്റെ ഭാഗമായിട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതന്നെ ആവൂല്ലേ? സാരമില്ല, ഒക്കെ റെഡി ആയിക്കോളും. സമയം ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ആമി വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യകൂട്ടിനെ കൂട്ടിയിട്ട് ആമി വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. രാവിലെ പോകുമ്പോൾ ബസ്സിനാണെങ്കിലും വൈകുന്നേരം ഒട്ടുമിക്ക ദിവസങ്ങളിലും നടന്നിട്ട് തന്നെയാണ് തിരിച്ചു വരാറുള്ളത്. ഇന്ന് വൈകുന്നേരം വരെ ആയിട്ടും നമ്മൾ അവിടേക്ക് തീരെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. ആമി വരുമ്പോഴേക്കും ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മാവ് ആട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4 നേരം ദോശ കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഇനി വേറെ ചായക്കടികളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഏട്ടനൊരു ഐ കോഫിയും എനിക്കും ആമിക്കും ഇന്ന് സാധാ കാപ്പിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നൊരു ആഗ്രഹം, ഇന്ന് കാപ്പി കുടിച്ചാൽ മതിയെന്ന്. ആദ്യകൂടനെ ഏട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കിയത് കഴിഞ്ഞപ്പോഴത്തേനും ആമി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്ന് വരുമ്പോഴേ നല്ല ഹാപ്പി ആയിട്ടാണ്. കാരണം ഇന്ന് SPCയുടെ PT യൂണിഫോം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടിയ വൈറ്റ് ഷൂ കാണിക്കാനുള്ള വരവാണ് ഇത്. ഇതിൻ്റെയൊക്കെ കോല എന്താണെന്ന് കുറച്ച് ദിവസം കൂടി കണ്ടറിയണം. 3 വർഷം യൂസ് ചെയ്യാനുള്ളത് കൊണ്ട് മാഷ് പറഞ്ഞിട്ട് കുറച്ച് വലുപ്പത്തിലല്ലാതെ എടുത്തിട്ടുണ്ടെന്നാണ്. സോക്സും കൂടെ ഇടുമ്പോൾ റെഡി ആവത്ര, റെഡി ആയിക്കോളും. യൂണിഫോമും ആയിട്ട് ഇതാ വന്നിട്ടുണ്ട്. കാണുമ്പോൾ സൈസ് കുറച്ച് വലുപ്പം കൂടുതലാണെങ്കിലും ആൾക്ക് നല്ല ഭാഗമാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ 3 വർഷം ഇത് തന്നെയാണല്ലോ ഉപയോഗിക്കാനുള്ളത്. എന്തായാലും ശനിയാഴ്ചത്തെ കളർ ഡ്രസ്സിന് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എനിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ അവൾ പഴയ സ്കൂളിലാവുന്ന സമയത്ത് അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് എനിക്ക് ബുക്കൊക്കെ കൊണ്ടു തരാറുണ്ടായിരുന്നു. ഇതിപ്പോൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി കൊടുത്തതാണ് കേട്ടോ, മെർക്കുറി ഐലൻഡ്. അപ്പോൾ തീരുന്നൊന്നും അറിയില്ല, പക്ഷേ കൊണ്ടുവന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നിങ്ങളുടെ കുട്ടികൾ ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബുക്കൊക്കെ കൊണ്ടുവരാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.